ഇപ്പോൾ ആ ഡയറക്ടറച്ചൻ പറയുണ്ടായി, നിങ്ങൾ ഫരീദാബാദ് കല്യാണിൽ നിന്നൊക്കെ ഇവിടെ അമ്മമാർ വന്നിട്ടുണ്ടെന്ന്, അല്ലേ? കേരളത്തിന് വെളിയിൽ നിന്ന് വന്നവരൊന്ന് കൈവയ്ക്കുകയെ. കേരളത്തിന് വെളിയിൽ ഓ എല്ലാവരും കേരളത്തിന് വെളിയിൽ നിന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം. നിങ്ങളെല്ലാവരും വരികയും ഇവിടുത്തെ ഈ കൂടിവരവ് വളരെ അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തതിന് പ്രിയപ്പെട്ട അമ്മമാരെ, തലശ്ശേരി ഈ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വിഭവസമൃദ്ധമായി എല്ലാം ക്രമീകരിച്ചിട്ട് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ബൈബിളിലെ ഉപമയെ പറയുന്നത് പോലെ തലശ്ശേരി ടൗണിൽ ചെന്ന് സകല അവിഞ്ഞ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വരേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും നിങ്ങളെല്ലാവരും വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നിങ്ങളുടെ ഈ മാതൃവേദിയുടെ ഡയറക്ടറി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മാതൃവേദി എന്ന് പറയുന്ന പണ്ടത്തെ പോലെയല്ല, വളരെ സമ്പന്നമായ ഒരു സംഘടനയാണ് എന്നുള്ളത് ഈ ഡയറക്ടറി കണ്ടപ്പോൾ തന്നെ. പണ്ടൊക്കെ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു 10-20 പേജ് അടിക്കുന്നൊരു ഡയറക്ടറിയായിരുന്നു. ഇത് മാതൃവേദിയുടെ നിലവാരം കുത്തനെ ഉയർന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. അല്ലെങ്കിലും സ്ത്രീകൾക്കാണ് ഇന്ന് സമൂഹത്തിൽ പ്രാധാന്യമുള്ളത്, അല്ലേ? നമ്മുടെ രാഹുൽ ഈശ്വർ നാളെ TV പറയുന്ന കേട്ടു, സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ 48 നിയമങ്ങളുണ്ട്, പുരുഷന്മാരെ രക്ഷിക്കാൻ ഒരു നിയമം പോലും ഇല്ല എന്ന് അവൻ TV പറയുന്ന കേട്ടു. നേരാണെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെക്കുറിച്ച്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അമ്മയിലൂടെയാണ് സമൂഹം രൂപം കൊള്ളുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മയില്ലാതെ നമുക്ക് ജീവിതമില്ല എന്നുള്ളത് സത്യമാണ്. ഇന്നലെ രാത്രിയിൽ തട്ടിൽ പിതാവിൻ്റെ സപ്തതിക്ക് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ പിതാവിൻ്റെ മറുപടി പ്രസംഗത്തിൽ പിതാവ് പറയുകയുണ്ടായി, എൻ്റെ അപ്പനെ കണ്ട ഓർമ്മ എനിക്കില്ല, പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എല്ലാം എൻ്റെ അമ്മ തന്നെയായിരുന്നു. 2-ാം വയസ്സിൽ അപ്പൻ മരിച്ചുപോയി. 10 മക്കളെ ഈ അമ്മ ഇങ്ങനെ അത്ഭുതകരമായി വളർത്തി എന്നുള്ളതിനെക്കുറിച്ച് പിതാവ് ഹൃദയപൂർവ്വം പങ്കുവെച്ചപ്പോൾ പല അമ്മമാരുടെയും കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ട്. കാരണം മാതൃത്വം എന്ന് പറയുന്നത് അതൊരു വിചാരമല്ല, ശരിക്കും ഒരു വികാരമാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ എല്ലാവരെയും കയ്യിലെടുക്കുന്നത് ഈ ഒരു വികാരം കൊണ്ടാണ്, അല്ലേ? ഭർത്താവ് എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചാൽ 2 തുള്ളി കണ്ണുനീര് സ്വിച്ചിട്ടതുപോലെ നിങ്ങൾ പുറപ്പെടുവിക്കുകയും അദ്ദേഹം നിസ്സഹായനാവുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ കരയാൻ സാധിക്കും. പണ്ടൊക്കെ ഈ പുകയൂതി അമ്മമാരുടെ കണ്ണങ്ങനെ ഈ കടുത്തു പോയതുകൊണ്ട് അമ്മമാരധികം കരയാറില്ല. ഇപ്പോഴത്തെ അമ്മമാർക്ക് വളരെ പെട്ടെന്ന് കരയാൻ സാധിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങളിലൂടെയാണ് ഒരു സമൂഹത്തിൻ്റെ ഭാവി ഭദ്രമാകുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് 25 മിനിറ്റ് പ്രസംഗിക്കണമെന്നാണ് ജോബിയച്ചൻ വന്ന് പറഞ്ഞത്. ജോബിയച്ചൻ എല്ലാം കുറേ കൂട്ടി പറയുന്ന ആളായതുകൊണ്ട് ഞാനതൊരു 15 മിനിറ്റാക്കി കുറയ്ക്കാം എന്ന് വിചാരിച്ചു. എന്നാലും ചിലപ്പോൾ അത്രയും പോലും പ്രസംഗിച്ചെന്ന് വരികയില്ല. പ്രസംഗിക്കുന്നത് കുറയ്ക്കണം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. വാസ്തവത്തിൽ ഈ മാർപ്പാപ്പയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞങ്ങൾ മെത്രാന്മാരുടെ സിനഡിന് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ മെത്രാന്മാർ ഒരു 6 മിനിറ്റിൽ കൂടുതലൊന്നും പ്രസംഗിക്കരുത്, ചുമ്മാ മനുഷ്യനെ ശ്രദ്ധിക്കുകയില്ല, കേൾക്കുകയില്ല എന്നൊക്കെ മാർപ്പാപ്പ പറഞ്ഞു. എന്നിട്ടും ഈ മാർപ്പാപ്പ ഇതെല്ലാം ഞങ്ങളെ ഉപദേശിച്ച് മാർപ്പാപ്പയുടെ പ്രസംഗം 48 മിനിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏതാണെങ്കിലും ശരി, പാപ്പ പറഞ്ഞ ആ കാര്യത്തിന് ശേഷം ഞാനും പലപ്പോഴും ആലോചിച്ചു,
ഈ അടുത്ത കാലത്ത് ഒരു അച്ഛനെ പള്ളിയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ ആളുകൾ വഴക്കാണ്. ഞാൻ അത്രയും വിശുദ്ധനായ അച്ഛനെ എന്തിനാണ് മാറ്റുന്നത്? നിങ്ങൾ ഒരു കൊല്ലമല്ലേ ഇപ്പോഴേ മാറ്റാൻ പറ്റിയാൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, എൻ്റെ പിതാവെ മാറ്റാൻ പറ്റിയാൽ ആ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ. വേറെ ഒരു ഉപദ്രവവും ഇല്ല മനുഷ്യനെ കൊണ്ട്. ആ മനുഷ്യൻ പ്രസംഗിച്ച് ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. പ്രസംഗം പറ്റിയാണ്, പ്രസംഗം കുറയ്ക്കണം. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛൻ ഇങ്ങനെ അനന്തമായി പ്രസംഗിക്കുന്നതായിട്ട് ഇവർ പറയുന്നു. അച്ഛൻ്റെ പ്രസംഗം വളരെ ദീർഘമായ പ്രസംഗങ്ങളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവവചനം പ്രഘോഷിക്കേണ്ടതല്ലേ? അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവവചനം പ്രഘോഷിക്കണം, പക്ഷേ ഇത്ര സമയം പ്രഘോഷിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അച്ഛൻ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് പ്രഘോഷിച്ചാൽ മതി. 5 മിനിറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോലും ഒരു 10 മിനിറ്റ് എടുക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒന്നെങ്കിൽ അച്ഛന് 5 മിനിറ്റ് പ്രസംഗിച്ച് ഈ കൊല്ലവും കൂടെ അവിടെ നിൽക്കാം. കൂടുതൽ പ്രസംഗിക്കണമെങ്കിൽ അച്ഛന് വേറൊരു പള്ളി തരാം. അവർ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് അച്ഛനെ മാറ്റിയാൽ മതിയല്ലോ എന്ന്. അവസാനം അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് പ്രസംഗിച്ച് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. എന്നാലും 7 മണിക്ക് തുടങ്ങുന്ന കുർബാന 9:30 ആവുമെന്നാണ് പുള്ളി പറഞ്ഞ്. 5 മിനിറ്റ് പ്രസംഗിച്ചാൽ പോലും. അങ്ങനത്തെ സമയത്തെക്കുറിച്ച് കൺസേൺ ഇല്ലാത്ത മനുഷ്യരോട് എല്ലാവർക്കും പിണക്കമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്ന് പറയുന്നത് സമയമാണ്. എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ്. പണ്ടൊക്കെയാണ് മനുഷ്യന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു, വേറെ പണിയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്. ഇന്ന് നമ്മൾ സമയമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും നമുക്ക് സമയമുണ്ട്. നമ്മൾ എത്രയോ നേരമാണ് ഈ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സീരിയൽ കണ്ട് എത്ര നേരം ചുമ്മാ കളയുന്നുണ്ട്. സമയമൊക്കെ നമുക്കുണ്ട്, സമയമില്ല എന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ്. ഞാൻ എവിടെയോ ഒരു വാട്സപ്പിൽ വായിച്ചത് ഓർക്കുന്നുണ്ട്. സമയമില്ല എന്ന് പറയുന്നവര് പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപം ചെയ്തു എന്ന്. കാരണം എന്താന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഒരു അവലോസ പൊടി ഉണ്ടാക്കാൻ വേണ്ടി അമ്മമാര് എന്തുമാത്രം കഷ്ടപ്പെടണമായിരുന്നു, അല്ലേ? അരി കുതിർത്ത് ഇടിച്ച് പൊടിച്ച് അത് വറുത്ത് ഇളക്കി, എന്തുമാത്രം ഇട്ട് ഇളക്കണം. ഇളക്കി എന്നിട്ടത് ശർക്കര ഉരുട്ടി അതിനകത്ത് കുഴച്ച് വീണ്ടും ഉരുട്ടി ശരിക്കും പിടിച്ച് അതൊരു വലിയ കോൺക്രീറ്റ് മിക്സ്ചർ പോലെ കനമുള്ളതാക്കും, അല്ലേ? അമ്മായിമാരും മരുമക്കളെ വിലയിരുത്തിയിരുന്ന അങ്ങനെയാണ്. അവലോസം കൊണ്ട് ചെന്ന് അമ്മായിമ്മയ്ക്ക് കൊടുക്കണം. അത് ഞെക്കി നോക്കിയിട്ട് പറയും, അമ്മായിമ്മ പറയും കൊള്ളാം. ആഞ്ഞ് ഞെക്കിയിട്ട് പൊടിഞ്ഞാല് പറയും കഴകത്തില്ലാത്ത പെണ്ണ, ഒന്നിനും കൊള്ളിയാലെന്ന് പറയും. പക്ഷെ ഇന്ന് നമുക്കൊരു അരി പൊടിക്കണമെങ്കിൽ എന്താണ്, മിക്സിക്കകത്തേക്ക് ഇട്ട് ഒരു സ്വിച്ച് ഇട്ടാൽ മതി. പണ്ട് വെള്ളം കോരി മടുക്കുന്ന അമ്മമാരുണ്ട്. 30 കോൽ ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവർ. കോരിയ കിണർ കുറെ അകലെയായിരിക്കും, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരും. പക്ഷെ ഇന്ന് നമ്മൾ ടാപ്പ് തിരിച്ച വെള്ളം നമുക്ക് കൈ കിട്ടും. എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ ജീവിതത്തിൽ ഈ അമ്മമാര് ഊതിയിടത്തോളം ഊതിയവരാരാ ഉള്ളത്? പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് തീ പിടിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗ്യാസ് അങ്ങ് തിരിച്ചാൽ മതി. ആ പ്രാന്തൻ ട്രംപ് കയറിയ പിന്നെയാണ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് വിലയുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലായി. അല്ലേ നമ്മൾ ചുമ്മാ തിരിക്കുമ്പം വരുന്നൊരു സാധനം. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഗ്യാസ് അങ്ങ് അർജന്റീനയിൽ നിന്നൊക്കെ വരുന്നതാണ്. അർജന്റീനയിൽ നിന്ന് വരുന്ന ഗ്യാസാണ് നമ്മൾ വളരെ കൂളായിട്ട് തിരിച്ചു വെക്കുന്നത്. നമുക്കിപ്പോഴാണ് മനസ്സിലായത് ഈ സാധനമൊക്കെ ഇത്രയും അകലങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് നിറച്ചു തരുന്ന സാധനമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു വന്നു. പക്ഷേ നമുക്ക് സമയമില്ലാതെ പോയത് ബന്ധങ്ങൾക്ക് ഉള്ള സമയമില്ലാതെ, ജീവിത പങ്കാളിയോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല, മക്കളോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ഈ സമയമില്ലായ്മ തന്നെയാണ് മാതൃത്വത്തെ ശുഷ്കിപ്പിക്കുന്നത് എന്നുള്ളതൊരു സത്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ മറ്റെല്ലാ മേഖലകളിലും സമയം സേവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആത്യന്തികമായി നമ്മുടെ മക്കളോടൊത്തായിരിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാതെ പോകുന്നു
എന്നുള്ളത് സത്യമാണ്. ഒരു റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു പഠനം, ഒരു ലേഖനം ഞാൻ അടുത്ത കാലത്ത് വായിക്കുകയാണ്. അതിങ്ങനെയാണ്: പിള്ളേര് അമ്മയുമായുള്ള ബന്ധത്തിൽ നിന്ന് 3 ആറ്റിറ്റ്യൂഡുകൾ രൂപപ്പെടുത്തുമെന്ന്. ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആഭിമുഖ്യ മനോഭാവം. അമ്മയുമായിട്ട് നല്ല സ്നേഹത്തിൽ വളരുന്ന, അമ്മയുടെ സ്നേഹവും പരിപാലനയും പരിലാളനയും ഒത്തിരി കിട്ടി വളർന്ന മക്കള് വളരുമ്പോൾ എന്ത് സംഭവിക്കും? അവര് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരുമായി ബന്ധമുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരായിട്ട് അവര് മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന ജോലികൾ ഓപ്റ്റ് ചെയ്യും. അങ്ങനെയുള്ളവരാണ് സിസ്റ്ററാകാൻ പോകുന്നത്, അച്ഛനാകാൻ പോകുന്നത്, ഡോക്ടറാകുന്നത്, നേഴ്സാകുന്നത്. മനുഷ്യരുമായി ബന്ധമുള്ള ജോലികൾ അവർ ഓപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് മിനിമം സ്നേഹമേ കിട്ടിയിട്ടുള്ളൂ. ആ മിനിമം സ്നേഹം കിട്ടിയവരെന്ത് ചെയ്യും? മിനിമം മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കൂ. അതാണ് അകൽച്ച മനോഭാവം. ചില മനുഷ്യരുണ്ട്, എന്ന് പറഞ്ഞങ്ങ് പൊക്കോളൂ. അവർ സാധാരണഗതിയിൽ ഈ കമ്പ്യൂട്ടർ പരിപാടിക്കൊക്കെ എന്തെങ്കിലും യന്ത്ര സാമഗ്രികളൊക്കെയാണ് അവർ ചെയ്യും. അവർക്ക് മനുഷ്യരുമായുള്ള ബന്ധമുള്ള ജോലിയല്ല, IT ഫീൽഡിലാണ് അവർ. അതുകൊണ്ട് അവന്മാർക്ക് അധികം മനുഷ്യബന്ധങ്ങളിൽ അല്ലേ, അവര് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ അവരുടെ കയ്യിൽ വെച്ചുള്ളൂ. അല്ലാണ്ട് മനുഷ്യരോട് അവർക്ക് വലിയ താല്പര്യമൊന്നും. ഈ വിവാഹമോചനം തേടി വരുന്ന കുടുംബക്കോടതി, ഈ അരമന കോടതി വരുന്ന കേസുകളിൽ നല്ലൊരു പങ്ക് IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതുങ്ങൾക്ക് അധികം ബന്ധങ്ങളൊന്നും. അവന്മാർക്ക് എന്തെങ്കിലും കണ്ടാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഭാര്യയെ എങ്ങനെ നന്നാക്കാം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ നേരെ സംസാരിക്കും. അതിന് കഴിവില്ലാതെ പോകുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം പറയുന്നത് they received the minimum from their mother so that they are able to provide only the minimum to others എന്നാണ്. മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് എതിർപ്പിന്റെ മനോഭാവം, എഗെയിൻസ്റ്റ് ആറ്റിറ്റ്യൂഡ്. അമ്മ തന്നെ സ്നേഹിച്ചില്ല എന്ന തോന്നലോടെ വളരുന്ന കുട്ടി എല്ലാവരെയും വെറുക്കും, എതിർക്കും, കലഹിക്കും. അവര് സർവർക്കും തലവേദന ഉണ്ടാക്കുന്ന കുരുത്തം കെട്ടവന്മാരെന്ന് പറയും. ആ സൈസ് പിള്ളേരായി വളരെ വയലൻ്റായിട്ട് അവർ രൂപാന്തരപ്പെടാറുണ്ട് എന്നാണ്. ഈ മനഃശാസ്ത്രജ്ഞന്റെ പഠനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മദർ who not only generates but transforms the human being. അമ്മ ജന്മം കൊടുക്കുക മാത്രമല്ല, അമ്മയാണ് കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തുന്നത്. അമ്മയിൽ നിന്ന് കിട്ടിയ സ്നേഹവും പരിലാളനയും അമ്മയുടെ കരുതലുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പലപ്പോഴും അമ്മമാർ ഒരുപാട് ജോലി തിരക്കിനിടയിൽ കുഞ്ഞുങ്ങൾ നിലവിളിച്ച് കാറുമ്പോൾ ഉടനെ മിക്കി മൗസിൻ്റെ കാർട്ടൂൺ ഓണാക്കി കൊടുത്തിട്ട് മോൻ ഇത് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയും. അല്ലെങ്കിലും മൊബൈൽ എടുത്ത് ഞെക്കി ഒരു ഗെയിം കൊടുത്ത് വെച്ചിട്ട് കൊച്ചിത് കണ്ടുകൊണ്ടിരുന്നു. അവൻ്റെ ശല്യം അത്രയും നേരത്തേക്ക് ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മളത് ഓണാക്കി കൊടുത്തേച്ച് പോകുന്നത്. പക്ഷെ അത് കണ്ട് 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 വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ അവന് മമ്മിയെ ആവശ്യം. മമ്മിയോടൊരു കാര്യം ചോദിക്കുക, മമ്മിയോട് കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറും. അതാണ് എനിക്ക് രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത്. ഒരു മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്താര് എന്ന് ചോദിച്ചാൽ അമ്മയായിരിക്കും. അമ്മയോട് പറയാൻ പറ്റുന്നില്ല എന്ന് മക്കൾ പറയുന്നു എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം. മഹാഗുരുത്തം കെട്ട ഒരു ചെറുക്കൻ, ഞാൻ ഈ മെത്രാനാകുന്നതിന് മുമ്പ് ധ്യാനഗുരുവായിട്ട് പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോകും. മഹാവികൃതി ചെറുക്കൻ ഒരുത്തനെയും കൊണ്ട് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്നു. ഇവനെന്തോ പിശാചി ബാധയുണ്ട്, അവനെ അത് ഒഴിപ്പിക്കണം എന്നതാണ് അവരുടെ ഡിമാൻഡ്. കാരണം അവന് പിശാചി ബാധയെന്ന് പറഞ്ഞാൽ ചെറിയ പിശാചല്ല, അവന് തല്ലുകൊള്ളിത്തരം മാത്രമേ അവൻ്റെ ഉള്ളൂ. സ്ത്രീകളെ കാണുമ്പോൾ അവരോട് മിസ്ബിഹേവ് ചെയ്യും,
സ്ത്രീകളെ അവിടെ ഇവിടെയെല്ലാം കയറി പിടിക്കും. ഇവനൊരു 15 വയസ്സ് 14 വയസ്സ് 15 വയസ്സ് അത്രേ ഉള്ളൂ. പക്ഷേ ഏത് സ്ത്രീയെ കണ്ടാലും അവൻ ഇങ്ങനെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കും. പലയിടത്തുനിന്നും അവനോട് പൂരം തല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവൻ പിന്നെ ഇതാണ് അവനെ ബാധിച്ച പിശാച്. ഇങ്ങനെ ഊമനും ബധിരനുമായ പിശാച് എന്ന് പറയുന്നത് പോലെ പിശാചുക്കളും പലതരത്തിലുണ്ട്. ഇങ്ങനെ പിടിക്കാൻ താല്പര്യമുള്ള പിശാച് ഈ കൊച്ചിനെ ബാധിച്ചു. ഇവനെ ഇറക്കാൻ, ആ പിശാചിനെ ഇറക്കാനാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഇവനോട് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഇവൻ എന്നോട് ആദ്യം ഇയാൾക്ക് എന്നാ കാര്യം, ധ്യാനിപ്പിക്കാൻ വന്ന് ധ്യാനിപ്പിച്ചേച്ച് വഴിക്ക് പോകും, ഞങ്ങളുടെ കാര്യം നോക്കേണ്ടത് തന്നെ അതിന്, താൻ എന്നാ വല്ല ഡോക്ടറാണ്, മനഃശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ എന്നോട് ഇവൻ കുറേ നേരം തട്ടിക്കയറിയാൽ ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ലെങ്കിലും ഞാൻ നിൻ്റെ ഒരു സുഹൃത്തായിട്ട് നിന്നോട് സംസാരിക്കും. തന്നെ സുഹൃത്താക്കണമെന്ന് എനിക്കെന്നെ എത്ര നിർബന്ധം, താൻ എൻ്റെ സുഹൃത്തല്ല എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ നിരാശപ്പെടാതെ പ്രാർത്ഥനാപൂർവ്വം അവനെ ശ്രവിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ പയ്യെ മിണ്ടിത്തുടങ്ങി. മിണ്ടി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തുറന്ന് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞ ഇതാണ്, അവനെ 4ാം ക്ലാസ് മുതൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു റബ്ബർ വെട്ടുന്ന ചേട്ടൻ ഇവന് അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു 8-9 ക്ലാസ് ആയപ്പോഴത്തേക്ക് അയാൾ മാറിപ്പോയി, ജോലി നിർത്തിപ്പോയി. പക്ഷേ അതിനുശേഷം ഇവൻ്റെ സ്വഭാവം ഈ രീതിയിലായിത്തീർന്നു. അബ്യൂസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവനെല്ലാവരെയും അബ്യൂസ് ചെയ്യണം എന്നൊരു ചിന്താഗതിയിലേക്ക് കടന്നു. അങ്ങനെ ഇവൻ വളരെ സങ്കടകരമായ ഒരു സ്വഭാവ പ്രകൃതിയിലെത്തിപ്പെട്ടു. ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്കിത് നിൻ്റെ മമ്മിയോട് പറയാൻ മേലാഞ്ഞോ? തുടക്കത്തിൽ ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞ മമ്മി പപ്പായോട് പറഞ്ഞത് പരിഹരിച്ച് ശരിയല്ല. അയ്യേ, മമ്മിയോട് ഇത് കൂട്ട് വൃത്തിയോടൊക്കെ പറയാൻ പറ്റും? മമ്മിയോട് പറഞ്ഞത് നിനക്കെന്നാ പപ്പായോട് പറയാൻ മേലെ? പപ്പായല്ലേ അയാളെ ജോലിക്ക് നിർത്തിയേ, പപ്പായോട് എന്തി പറയാൻ? അതുങ്ങൾ രണ്ടും കണക്കാണ്, അതുങ്ങളോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലായി. അപ്പനെയും അമ്മയെയും കുറിച്ച് ഇവൻ്റെ വിലയിരുത്തലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം മക്കളുടെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം. നിങ്ങളുടെ മക്കളെ ഏതവസ്ഥയിലും മനസ്സിലാക്കാൻ കഴിയുന്ന മാതാപിതാക്കളാകണം നിങ്ങൾ. പ്രണയത്തെക്കുറിച്ച് ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇപ്പം കല്യാണം കഴിക്കാതെ കുറേ എണ്ണമില്ല നടപ്പുണ്ട് അല്ലേ? ഈ തലശ്ശേരി രൂപതയിൽ തന്നെ ഒരു 4000-ഓളം ചെറുപ്പക്കാരന്മാർ, ചെറുപ്പം എന്നൊന്നും പറയത്തില്ല, മധ്യവയസ്കന്മാർ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പെണ്ണുങ്ങളെ കിട്ടാൻ നടപ്പുണ്ട്. കേരളം മുഴുവൻ എടുത്ത 2 ലക്ഷത്തോളം പേര്, അത്രയും കുടുംബമാണ് ഇല്ലാണ്ടാകുന്നത്. ആ ഗതികേടിലാണ്. അന്നേരം പിള്ളേരോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പം പിള്ളേർ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളുടെയും മുടിഞ്ഞ ഗുണദോഷം കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നത്. അതിനാണ് ഞങ്ങളെന്നാ ഇത് നിങ്ങളല്ലേ പറഞ്ഞത് പ്രേമിക്കുന്നത് പാപമാണ്, പ്രണയിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെല്ലാം കേട്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് കഥയുണ്ട്. ആവശ്യമില്ലാതെ നമുക്കിത് പറ്റാത്തത് കൊണ്ട് നമ്മൾ പിള്ളേരോട് ഇതൊന്നും പറ്റിയാലെന്ന് പറഞ്ഞ് ചുമ്മാ മെനക്കെടുത്തേണ്ട കാര്യമൊന്നും. പ്രണയിക്കുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ യുവജനങ്ങളോട് പറയാറുണ്ട്, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രണയിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങളൂടെ പരിശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ അപ്പനും അമ്മയും തപ്പിയാലൊന്നും ഇന്നത്തെ കാലത്ത് പറ്റിയ പിള്ളേരെയൊന്നും കിട്ടിയാൽ. പല മാതാപിതാക്കളും പറയും, അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാം ഓൾറെഡി ബുക്ക്ഡാണ് പിതാവ്, ഇനിയിപ്പോൾ ഒന്നും നടക്കുകയല്ല. യെസ്, അത് പറ്റിയല്ല. അതുകൊണ്ട് ഈ പ്രണയത്തെക്കുറിച്ച് പിള്ളേരെന്നോട് ശാലോമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞപ്പോൾ പിള്ളേർ ചോദിച്ചു, എങ്ങനെയാണ് ഒരു നല്ല പ്രണയം നമുക്ക് ആരംഭിക്കാൻ പറ്റും? കുട്ടികൾ ചോദിച്ചതിന് ഞാൻ പറഞ്ഞു, നല്ല പ്രണയം എന്ന് പറയുന്ന അവരൻ്റെ നന്മയെ ലക്ഷ്യമാക്കി, ഒരിക്കലും ആളെ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടി ഉപയോഗിക്കണം എന്ന് തോന്നൽ പാടില്ല. അങ്ങനെയുണ്ട്, നല്ല പ്രണയമല്ല. രണ്ടാമത്തെ ലക്ഷണം ഞാൻ പറഞ്ഞു, ഈ കാര്യം നിങ്ങൾക്കൊരു പ്രണയം തോന്നിയാൽ അത് ആദ്യം നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പങ്കുവയ്ക്കും. പിള്ളേരെന്നോട് പറഞ്ഞു, പിതാവിന് പ്രണയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല, ഈ കാർന്നവന്മാരോട് പറഞ്ഞാൽ അത് തീർന്നു.
അതുങ്ങൾ പിന്നെ പെര പൊളിച്ച് ബഹളമാണ്, മനുഷ്യന് സമാധാനം തരികയില്ല, അങ്ങനെ എല്ലാം നശിപ്പിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ നല്ല സുഹൃത്തുക്കളാകാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുമ്പോൾ ആ സൗഹൃദത്തിന്റെ തലം ഏറ്റെടുക്കുന്നത് ആരാണ്? മറ്റു പലരും. അവര് നയിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടത്തിന്റെ പടുകുഴിയിൽ വീഴുകയും അവിടെ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യം സംജാതമാവുകയും ചെയ്യും. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ 1-ാം നമ്പർ സുഹൃത്താണ്. എന്തു വന്നാലും മമ്മിയോട് തുറന്നു പറയുന്ന മക്കളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഐ അഷ്വർ യു ദാറ്റ് their life is safe and secure. മക്കൾക്ക് ഏതും തുറന്നു പറയാൻ തക്ക ഹൃദയ അടുപ്പം അമ്മമാരോടുണ്ടാവുക, അതാണ് ഒരു കുടുംബത്തെ ഭദ്രമായി നിലനിർത്താൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്ന സത്യം ഓർക്കുക. മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, ഞാൻ എൻ്റെ സമയമാകുമ്പോൾ എത്രയായാലും നിർത്തും. ഞാൻ ഈ ധ്യാനിപ്പിക്കാൻ പോകും. പണ്ട് ഇരിഞ്ഞാലക്കുട രൂപതയിൽ ചെന്നപ്പോൾ അച്ഛന്മാരുടെ ധ്യാനത്തിന് പോയതാണ്. അച്ഛനുണ്ട് ഇവിടെ അല്ലേ? ആ വൈദികരുടെ ധ്യാനത്തിന് ചെന്നപ്പോൾ അന്നേരം അച്ഛന്മാരിങ്ങനെ പറഞ്ഞു, പിതാവേ, അല്ല അന്ന് ഞാൻ അച്ഛനാണ്, അച്ഛൻ്റെ ധ്യാനമൊക്കെ കൊള്ളാം, പക്ഷെ അച്ഛൻ ഈ പോയിന്റ് എവിടെയാണ് തീരുന്നത്, അടുത്ത പോയിന്റ് തുടങ്ങുന്നു, 1-ാമത്തെ 2-ാമത്തെ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഒരു വലിയച്ഛൻ വന്നിട്ട് ഈ നോട്ട് എഴുതിയെടുക്കും. ഞാൻ പറഞ്ഞു ഓക്കെ. പിറ്റത്തെ തൊട്ട് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു 1-ാമത്തെ കാര്യം, 2-ാമത്തെ, 3-ാമത്തെ എന്ന്. ആളുകൾ വിചാരിക്കുന്നത് എന്തോ സിസ്റ്റമാറ്റിക്കായ പോയിന്റാണ്. എനിക്ക് വായി വരുന്ന പോയിന്റ് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് ഇപ്പോൾ 7 പോയിന്റ് സമയമുണ്ടെങ്കിൽ 7 പോയിന്റ് പറയും. അതും തീർന്നില്ല, സമയം നോക്കിയിട്ട് തീരുന്നില്ല, 10 പോയിന്റ് ആക്കുക. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റുകളെ കുറിച്ച് പറയിടാകണ്ട, സമയമാകുമ്പോൾ പോയിന്റ് തീരും. അതാണ്. അപ്പം എന്താണ് പറഞ്ഞത്? മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തരാണ്. അതായത് ചെറിയ പ്രതിസന്ധികളിൽ പോലും അവര് സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും കടുങ്കൈകൾ ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പിള്ളേര് ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ നമ്മുടെ, അല്ലെ അവർ പോയി മയക്കുമരുന്ന് കഴിക്കുന്നു, മദ്യപാനികളാകുന്നു. നമുക്ക് അത്ഭുതം തോന്നും, ഈ കുഞ്ഞു വിഷയങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഇത്രയേറെ സങ്കടപ്പെടുത്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് കുഞ്ഞിതാന്ന് തോന്നുന്ന പലതും അവർക്ക് വലുതാണ്. ഈ രൂപതയിലെ ഒരു അച്ഛൻ ഒരു വലിയ കെണിയിൽ ചെന്ന് വിട്ടു. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത്? അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, പിതാവിന് എന്നോട് പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. അതോർത്തപ്പോൾ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഈ പണിക്ക് പോയെന്ന്. അവൻ ചുമ്മാ തടിയൂരാനും എൻ്റെ അടുത്തു നിന്നൊരു സിമ്പതി കിട്ടാനും പറഞ്ഞാന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ എനിക്കത് ഭയങ്കര റിവീലിംഗ് ആയിരുന്നു. ഞാൻ അവനോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങി എന്ന് ഒരു വൈദികൻ പറയണമെങ്കിൽ, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് അതെന്തുമാത്രം ഫീൽ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹത്തിൽ വളർത്തുമ്പോൾ അവരെ ഈ കാലഘട്ടത്തോട് സംവദിക്കാൻ കരുത്തുള്ളവരാക്കി മാറ്റും. പല എതിർപ്പുകള്, അപമാനങ്ങള്, അധിക്ഷേപങ്ങള്, സോഷ്യൽ മീഡിയയിലുള്ള പരിഹാസങ്ങള്, ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അവനെക്കുറിച്ചൊരു തെറ്റായ വാർത്ത പരക്കുന്നു, ഉടനെ പോയി ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ മദ്യപിച്ച് നശിക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് കഴിച്ച് ഇല്ലാതാകാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? എതിർപ്പുകളെ എങ്ങനെ നേരിടണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു അരിസ്റ്റോട്ടേലിയൻ പാഠമുണ്ട്. ആ പാഠം ഇങ്ങനെയാണ്: ഒരു പക്ഷിയെ കല്ലെടുത്തെറിഞ്ഞാൽ പക്ഷി നിങ്ങളെ കൊത്താൻ വരുമോ? പട്ടിയെ കല്ലെടുത്തെറിയുന്നതും പക്ഷിയെ കല്ലെടുത്തെറിയുന്നതും തമ്മിൽ വ്യത്യാസം. പക്ഷിക്കിട്ടെറിഞ്ഞാൽ പക്ഷി എന്ത് ചെയ്യും? പറന്ന് കല്ലെത്താത്ത ദൂരത്തേക്ക്, ഉയരത്തേക്ക് പക്ഷി പോകും, അല്ലേ? അതേസമയം
ഒരു ഗില്ലപ്പെട്ടിക്കിട്ട് കല്ലെടുത്തെറിഞ്ഞാലോ അത് ബെബെന്ന് വെച്ച് പുറകെ വരും. വീണ്ടും ഏറ് മേടിക്കും, വീണ്ടും നമ്മൾ എറിയും. പിന്നെ നമ്മളെ കടിക്കാൻ വരുവാണ്, വല്ല മുട്ടത്തടി എടുത്തതിൻ്റെ തലമുണ്ടക്കിട്ട് അടിക്കാൻ പോകും. നമ്മളെങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കും. വാസ്തവത്തിൽ ആ പട്ടിയെ ഉപദ്രവിക്കണമെന്നൊന്നും നമുക്കില്ല. നമ്മൾ ആ പട്ടിയെ ഒന്ന് അകറ്റി നിർത്താനേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ പാർട്ടികൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും കയറി തലയിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നതോടെ എല്ലാത്തിനകത്തും പോയി പല്ലളിക്കും, കമന്റ് പറയും, ഉടനെ അവൻ്റെ തന്തയ്ക്ക് വിളിക്കും. ഇങ്ങനെ വഴക്കോട് വഴക്ക്. ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അങ്ങേയറ്റം കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ നല്ലതാണ്, പക്ഷെ അവരോട് പറയണം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടരുത്. എതിർപ്പുകൾ എല്ലാം ഏറ്റുമുട്ടാനുള്ള ക്ഷണമൊന്നുമല്ല, അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. There are enough space where the stones will not reach. അതിലേക്ക് വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ രണ്ടാമത്തെ പാഠമാണ് വിത്തിൻ്റെ പാഠം. ഒരാൾ നിങ്ങളെ മണ്ണിൽ ചവിട്ടി താഴ്ത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കരുത്. ബട്ട് ഇറ്റ് ഈസ് ആൻ ഒക്കേഷൻ ടു സ്പ്രൗട്ട് ഇൻടു എ ബ്യൂട്ടിഫുൾ ട്രീ. ഒരാൾ നിങ്ങളെ ചവിട്ടി താത്തിയപ്പോൾ എന്തോ പാറക്കല്ലാണ് ചവിട്ടി താത്തിയത്, എന്നേക്കുമായി അത് മറഞ്ഞു പോകുമെന്ന് വിചാരിച്ച് നിങ്ങളെ ഒതുക്കിയതായിരിക്കും. പക്ഷേ അല്ല, യഥാർത്ഥത്തിൽ നമ്മളെ നമുക്ക് ആ ചവിട്ടിത്താഴ്ത്തൽ നമുക്ക് ഗുണം ചെയ്തു, നമ്മളെ വളർത്തിയെടുത്തു എന്ന്. ഇതിനെയാണ് ദൈവപരിപാലന എന്ന് നമ്മൾ പറയും. ചിലതൊക്കെ സങ്കടകരവും വേദനാജനകവുമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം അനുഗ്രഹമായിരുന്നു. ഇന്നലെ ഞങ്ങൾ പിതാവിൻ്റെ സപ്തതി ആഘോഷത്തിന് ഞാൻ എറണാകുളം അരമനയിൽ നിന്നാണ് പോയത്. അവിടെ കുറേ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അല്പം വൈകിയായി ചെന്നപ്പോൾ അവിടെ ഒരുക്കി വെച്ച മനോഹരമായ മുറ്റം മുഴുവനും കസേരയും മേശയും. ഞങ്ങൾ ചെല്ലുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് എല്ലാ മേശയും കസേരയും നനഞ്ഞു കുതിർന്ന് സംഘാടകരിങ്ങനെ വളരെ വിഷണ്ണരായിരിക്കും, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ഏതാണേലും റംസ കഴിഞ്ഞിറങ്ങിയപ്പോൾ മീറ്റിംഗ് നമുക്ക് ഓഡിറ്റോറിയത്തിൽ നടത്താം എന്ന് തീരുമാനിച്ചു. മീറ്റിംഗ് ഓഡിറ്റോറിയത്തിൽ നടത്തിയപ്പോൾ എല്ലാവരും നല്ല പ്രസംഗമൊക്കെ ഷോർട്ടായി പറഞ്ഞു. സ്വീറ്റായൊരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ മഴയെല്ലാം മാറി. അന്നേരത്തേക്ക് അവർ സംഘാടകർ അതെല്ലാം മേശയെല്ലാം തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി. പിന്നീട് ഇറങ്ങി വന്നപ്പോൾ അത് അതീവ മനോഹരമായൊരു കൂട്ടായ്മയായി അത് മാറി. മഴ പെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം ദുഃഖകരമായി. അല്ല, ആ മീറ്റിംഗ് കുറെ കൂടി കുളിർമയുള്ളതാക്കാൻ ദൈവം അവിടെ ഒരു ഇടപെടൽ നടത്തിയതായിരുന്നു. പിന്നീട് വന്നവരെല്ലാം പറഞ്ഞു എന്തൊരു സുന്ദരമായിരുന്നു ഈ മീറ്റിംഗ്. ഓഡിറ്റോറിയത്തിൽ തീറ്റയുടെ ഇടയ്ക്ക് പറഞ്ഞ ആരും ശ്രദ്ധിക്കുക അല്ലേ? കോഴിക്കാല് കടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പ്രസംഗം ശ്രദ്ധിക്കൂ? ഇല്ല. അപ്പോൾ പ്രസംഗവും ശ്രദ്ധിച്ചു, മീറ്റിങ്ങും ഭംഗിയായി. ഇന്നലെ എല്ലാവരും വിലയിരുത്തിയത് അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ചില തിരിച്ചടികളൊന്നും യഥാർത്ഥത്തിൽ തിരിച്ചടിയല്ല. ജീവിതത്തിൽ ദൈവവിശ്വാസം നമുക്ക് തരുന്ന വലിയ കരുത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവപരിപാലന നമ്മുടെ ജന്മാവകാശമാണ്. സൃഷ്ടാവിൻ്റെ പരിപാലന എല്ലാ സൃഷ്ടിയുടെയും ജന്മാവകാശമാണ്. നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വായിച്ചാൽ നല്ല കാര്യം. കിട്ടുന്നവർ വായിച്ചോ. ഇറ്റ്സ് വർത്ത് റീഡിങ് ആയൊരു പുസ്തകം. അത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. വളരെ സുന്ദരമായൊരു പുസ്തകം. 3ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി രാമേശ്വരത്തെ കടൽ തീരത്ത് മീൻ പെറുക്കാൻ പോയ അവൻ്റെ സാറ് ചെന്ന് പിടിച്ചുകൊണ്ട് വന്ന് ബലമായി സ്കൂളിൽ ചേർത്തിരുത്തി പഠിപ്പിച്ചു കലാമിനെ. അങ്ങനെ ലോകം കണ്ട മഹാശാസ്ത്രജ്ഞന്മാരുടെ ഗണത്തിൽ അവൻ ഉയർന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. മുഗൾ ഗാർഡൻസ് രാഷ്ട്രപതി ഭവന്റെ വിൻഡോയിലൂടെ നോക്കിക്കൊണ്ട് അബ്ദുൽ കലാം എഴുതി വയ്ക്കുന്ന ഒരു വാചകമുണ്ട്. ഈ അതീവ സുന്ദരമായ പാലസിലിരുന്ന് പഴയ മുഗൾ ഗാർഡൻ്റെ പ്രൗഢി നോക്കുമ്പോൾ
ഞാൻ തിരിച്ചറിയുന്നു, ദൈവപരിപാലന ഏതൊരു മനുഷ്യൻ്റെയും ജന്മാവകാശം. ഇറ്റ് ഈസ് അവർ ബർത്ത് റൈറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചപ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കും എന്നുള്ളത് സത്യം. ദൈവപരിപാലനയുടെ സഹനങ്ങള്, വേദനകള്, അവയൊക്കെയും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ. ഒരു എതിർപ്പ്, തിരിച്ചടി, പരിഹാസം, സംഘടിതമായ ആക്രമണം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് നമ്മളങ്ങ് ആവിയായി പോവുകയാണ്. അല്ല, ദൈവം നമ്മളെ കൂടുതൽ കരുത്തരും ശക്തരും ആക്കി രൂപാന്തരപ്പെടുത്തുകയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം. അപ്രകാരമുള്ള ചിന്തകൾ നിങ്ങളുടെ മാതൃത്വത്തെ കൂടുതൽ ഫലദായകമാക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാതൃവേദി ഈ അംഗങ്ങളായിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യം. കൊറോണയിൽ അച്ഛന്മാർ ഡയറക്ടർഷിപ്പ് പങ്കിട്ടെടുക്കുമ്പോൾ എല്ലാവർക്കും താല്പര്യം മാതൃവേദി ഡയറക്ടർ ആയിക്കോളാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം? എന്താണ്? നിങ്ങൾ അച്ചാറും അവലോസുണ്ടയും കൊണ്ട് കൊടുക്കുമായതുകൊണ്ടൊന്നുമല്ല. മാതൃവേദിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അമ്മമാരതെല്ലാം ഭംഗിയായി ചെയ്തോളും. അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അച്ഛൻ പോയി അവിടെ മീറ്റിംഗ് തുടങ്ങാറായി, അമ്മമാരെല്ലാം സംഘടിപ്പിച്ചോളും. കാരണം വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്ന അമ്മമാരെ ആരും ഒന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ ലിസ്റ്റിൻ്റെ സമയത്ത് ഇന്നലെ ഒരച്ഛൻ എന്നോട് പറഞ്ഞു, പുതിയ കൊറോണയിലെ മാതൃവേദിയുടെ ചുമതലക്കാരനായിട്ട് എന്നെ വെച്ചേക്കണം പിതാവേ. അതാവുമ്പോൾ ഒരു തലവേദനയില്ല, ഭംഗിയായി പൊക്കോളാം. ബാക്കി പല മദ്യനിരോധനത്തിനൊക്കെ ഒരു അച്ഛനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അച്ഛന്മാർ മദ്യം കഴിക്കുമായതുകൊണ്ടല്ല, അതെങ്ങനെ സംഘടിപ്പിക്കുമെന്നാണ് ചോദിക്കുന്നത്. KCYM ഇതൊക്കെ ഭയങ്കര പാടാണ് അച്ഛന്മാരെ സംബന്ധിച്ച്. പക്ഷേ അമ്മമാരെ, നിങ്ങളാണ് ഈ സഭയുടെ ശക്തി. നിങ്ങളുടെ കരുത്തിലാണ് ഈ സഭ മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഈ സഭയെ എന്നും യൗവനയുക്തയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് പള്ളിയോട് ചേർന്ന് നിൽക്കും. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ മക്കൾ പള്ളിയോട് അടുത്ത് നിൽക്കും. കാരണം തിരുസഭ അമ്മയാകയാൽ അമ്മയായ സഭയെ മനസ്സിലാക്കാനും ഒപ്പം നിൽക്കാനും അമ്മമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. എല്ലാ അമ്മമാരുടെയും നന്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേരും.